ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കപ്പിലാണോ നെയ്യ് അളക്കുന്നത് ആ സെയിം കപ്പ് തന്നെ എടുക്കാം കേട്ടോ. എല്ലാത്തിനും സെയിം അളവ് തന്നെ വേണം, എങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് റവ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകിയിട്ട് റവയായിട്ട് ഒന്ന് ചേർന്ന് വരണം. അപ്പോൾ അതാ നമ്മുടെ പഞ്ചസാരയൊക്കെ ഉരുകിയിട്ട് അതിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാൽപ്പൊടിയും പാലൊക്കെയാണ് കേട്ടോ ഈ സ്വീറ്റിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പാൽപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ബ്രൗൺ കളർ വരെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. കാരണം പെട്ടെന്ന് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ ഓയിലൊന്നും ഇല്ലല്ലോ, നമ്മൾ ഈ പാൽപ്പൊടിയും കൂടി ചേർത്ത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം, എങ്കിൽ നമ്മുടെ സ്വീറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഒരു കളറ് കിട്ടുള്ളൂ. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പം അടിയൊക്കെ പിടിച്ച് പോവും. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ബദാം അതേപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിസ്ത വേണമെങ്കിൽ അത് ഇടാം, കപ്പലണ്ടി വേണമെങ്കിൽ അതെടുക്കാം, എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കളർ ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റിൽ നല്ലൊരു ബ്രൗണിഷ് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ ആയിക്കഴിഞ്ഞാൽ നമ്മളിനി ഇതിലോട്ട് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ പാല് ഇതിലേക്ക് വറ്റിച്ചിട്ട് എടുക്കണം. കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, എങ്കിൽ നന്നായിട്ട് തന്നെ വറ്റിയിട്ട് നമ്മുടെ പാലൊക്കെ നന്നായിട്ട് കുറുകിയിട്ട് ഈ മിക്സിലോട്ട് വരുള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സ്വീറ്റിനേക്കാളും എത്രയോ ഹെൽത്തി ആണല്ലോ നമ്മൾ വീട്ടിൽ തന്നെ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ വിട്ടിട്ട് വരണം കേട്ടോ. ആ ഒരു പരുവം വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയൊക്കെ പിടിക്കും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നമ്മുടെ മിക്സ് ഇതാ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാത്രത്തിൽ നിന്ന് ഇതാ വിട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഇതേപോലെ നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതാ ഇതിവിടെ വിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്വീറ്റ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിനി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. ഇതേപോലെ ഒന്ന് വിട്ട് വന്നാൽ മതി. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബൗൾ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതേപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. അതിലേക്ക് ജസ്റ്റ് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. അത് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു നെയ്യ് എന്തെങ്കിലും തടവി കൊടുത്താലും മതി. നമുക്ക് ഇനി ഇതേപോലെ ഒന്ന് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ലൊരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മോള് വന്നിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതാണ് ചെറിയൊരു കുഞ്ഞിക്കൈയൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഒന്ന് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം, ഇഷ്ടമുള്ള അത്രയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി ഇത് ചൂട് തണിഞ്ഞിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ഉറച്ചിട്ടൊന്നും വരില്ല കേട്ടോ. ഈ സ്വീറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്വീറ്റാണ്. അപ്പോൾ നമ്മൾ ചൂട് തണിഞ്ഞു കഴിഞ്ഞാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ കഴിക്കുമ്പോഴൊക്കെ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ സ്വീറ്റായ അഫ്ലത്തൂൺ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെക്കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക്